ഇന്ത്യയിലെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് മേടിക്കുന്ന ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺസിനൊന്നും അറിയാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. അതിപ്പോൾ ആപ്പിൾ ആയാലും സാംസങ് ആയാലും ഇപ്പോൾ ചൈനീസ് ബ്രാൻഡ്സ് എടുത്താൽ പോലും ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന് അതിൻ്റേതായിട്ടുള്ള മെയിൻ്റനൻസ് കോസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ ബ്രാൻഡ്സും ഒന്ന് കമ്പയർ ചെയ്തിട്ട് ഏറ്റവും മെയിൻ്റനൻസ് ഉള്ള ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആൻഡ് ബിഗ് ബില്യൺ ഡേയ്സിൽ ഐഫോൺസോ സാംസങ്ങിൻ്റെയൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് എടുക്കാൻ നിൽക്കുന്നവർ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ EMI ആയിട്ട് എടുക്കാൻ പോകുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. ദിസ് ഈസ് ഫോൺമോസ്. അപ്പോൾ ഇന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് ഫോൺസിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. ഇപ്പോൾ മെയിൻ ആയിട്ട് ഫ്ലാഗ്ഷിപ്പ് ഫോൺസിന്റെ മാർക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ട് ബ്രാൻഡ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒന്ന് ആപ്പിളും ഒന്ന് സാംസങ്ങും. ഈ രണ്ട് ബ്രാൻഡ്സ് ആണ് ആൾക്കാർ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പോൾ ചൈനീസ് ഫോൺസിന് സെയിൽസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ കൂടുതൽ ആൾക്കാരും പ്രിഫർ ചെയ്യുന്നത് ഒരു പ്രീമിയം ബ്രാൻഡ് അല്ലെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനൊക്കെ വേണ്ടി സാംസങ്ങിലോ ആപ്പിളിലോ പോകാറുണ്ട്. അപ്പോൾ ഈ രണ്ട് ബ്രാൻഡ്സാണ് ഞാൻ ആദ്യം കമ്പയർ ചെയ്യാൻ പോകുന്നത്. സാംസങ്ങിന്റെ S25ഉം അതുപോലെ തന്നെയാണ് ഐഫോണിന്റെ 16 ആയിട്ടൊന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. സാംസങ്ങിന് കമ്പാരിറ്റീവ്ലി സ്പെയറിൻ്റെ കോസ്റ്റ് കുറവാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ 6150 ആണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയുടെ കോസ്റ്റ് വരുന്നത്. അതേസമയത്ത് ഐഫോൺ 16 ഡിസ്പ്ലേ നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഡിസ്പ്ലേ കോസ്റ്റ് വരുന്നത് 25,500 റുപ്പീസാണ്. അപ്പോൾ ഇത്ര മാത്രം ഡിഫറൻസ് വരുന്നുണ്ട് ആപ്പിളും സാംസങ്ങിൻ്റെ ഡിസ്പ്ലേക്ക് തന്നെയാണ്. ഇതിപ്പോൾ 16 കാര്യം മാത്രമല്ല, ഐഫോൺ 13, 14 ഒക്കെ ഡിസ്പ്ലേയുടെ കോസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നോർമൽ ഇപ്പോഴത്തെ ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്ര മാത്രം ഡിഫറൻസ് വരുന്നുണ്ട്. സാംസങ്ങിന് കമ്പാരിറ്റീവ്ലി ഡിസ്പ്ലേ കോസ്റ്റ് കുറവാണ്. ഞാൻ സാംസങ് കുറച്ചുകൂടെയൊക്കെ ഹയർ ആയിട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നു, പക്ഷേ ഇത് കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ പാനലിൽ. ഇപ്പോൾ ബാറ്ററിയുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. 2500 റേഞ്ചിലാണ് നമ്മുടെ സാംസങ് S25ൻ്റെ ബാറ്ററി കോസ്റ്റ് വരുന്നതെങ്കിൽ 10,000 റുപ്പീസ് അടുപ്പിച്ച് നമ്മുടെ ഐഫോൺ 16ൻ്റെ ബാറ്ററി കോസ്റ്റ് വരുന്നുണ്ട്. ഇതും വലിയൊരു ഡിഫറൻസ് തന്നെയാണ്. ഈ രണ്ട് കോമ്പണൻസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നത്. കാരണം ഡിസ്പ്ലേയിൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു കോമൺ ക്രൈറ്റീരിയ ആണ്. ഇനി അങ്ങനെ വരത്തില്ല എന്നൊന്നും ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഡിസ്പ്ലേ തറ വീഴുന്ന പൊട്ടുകയാണെങ്കിൽ പോലും ഐഫോൺ 16 ഇത്ര മാത്രം കോസ്റ്റ് വരുന്നുണ്ട്. അതേസമയത്ത് സാംസങ്ങിൻ്റെ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി 6,000 റുപ്പീസ് എന്ന് പറയുന്നത് കുറവ് തന്നെയാണ്. ഇനി നമ്മുടെ ഫോണിൻ്റെ വാറണ്ടി കഴിഞ്ഞു, മദർ ബോർഡ് അടിച്ചുപോയി. മദർ ബോർഡ് അടിച്ചു പോയെങ്കിൽ നല്ലൊരു എമൗണ്ട് രണ്ട് ഫോൺസിനും ആവും. ഇപ്പോൾ ഐഫോൺ എടുത്താലും സാംസങ് എടുത്താലും ആവും. പക്ഷേ ഐഫോണിൻ്റെ ഒരു കാര്യത്തിൽ മദർ ബോർഡ് അവർ സെപ്പറേറ്റ് ആയിട്ട് സെല് ചെയ്യാറില്ല. അതിന് പകരം എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് ഒരു പർട്ടിക്കുലർ എമൗണ്ട് അടക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഫോൺ തരും. അതാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അല്ലാതെ മദർ ബോർഡ് റിപ്പയർ ഒന്നും നമ്മുടെ ആപ്പിളിനില്ല, അല്ലെങ്കിൽ മദർ ബോർഡ് റീപ്ലേസ്മെന്റ് ഒന്നും അവർ ചെയ്യാറില്ല. അതേസമയത്ത് നമ്മുടെ സാംസങ് മദർ ബോർഡ് സെപ്പറേറ്റ്ലി സെല് ചെയ്യാറുണ്ട്. അതിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ അറൌണ്ട് 27,500 റുപ്പീസ് ആണ് വരുന്നത്. പക്ഷേ ആപ്പിൾ നോക്കുകയാണെങ്കിൽ ആപ്പിളിൻ്റെ മദർ ബോർഡിന് എന്തെങ്കിലും ഡാമേജ് വരികയാണെങ്കിൽ നമ്മൾ 61,000 റുപ്പീസ് അടക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ ഡിവൈസ് തരും. അല്ലാതെ ആ ഒരു മദർ ബോർഡിൻ്റെ എന്തെങ്കിലും കോമ്പണന്റ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ മദർ ബോർഡ് റീപ്ലേസ് ചെയ്യാനൊന്നും നമുക്ക് ആപ്പിളിൽ പറ്റത്തില്ല. ഫുൾ ഡിവൈസ് ആണ് അവർ റീപ്ലേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 61,000 റുപ്പീസ് വരുന്നുണ്ട്. ഈ ഒരു 61,000 റുപ്പീസ് എന്ന് പറയുന്നത് ലേശം ഓവറാണ്. അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഐഫോൺ 16 ഈസി ആയിട്ട് ഓഫേഴ്സിനൊക്കെ വരുമ്പോൾ 65,000-നും 60,000 റുപ്പീസിനൊക്കെ അവൈലബിൾ ആവും. അപ്പോൾ ആ ഒരു ഫോണിന് ഇങ്ങനെ മേടിക്കുന്നത് വളരെ വലിയ മണ്ടത്തരമായിരിക്കും. അപ്പോൾ ഐഫോൺ 16 പുതിയൊരു ഫോൺ മേടിക്കേണ്ട കോസ്റ്റ് നമുക്ക് മദർ ബോർഡ് റീപ്ലേസ്മെൻറ്റിനാവും. അപ്പോൾ ഈ രണ്ട് ഫോണും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാംസങ് ആണ് കമ്പാരിറ്റീവ്ലി മെയിൻ്റനൻസ് കോസ്റ്റ് കുറവുള്ളത്. അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റും റിപ്പയർ കോസ്റ്റും നമ്മുടെ സാംസങ്ങിലാണ് കുറവ്. ഇത്രയും നേരം പറഞ്ഞത് S25ൻ്റെ ബേസ് വേരിയൻറ്റും നമ്മുടെ ഐഫോൺ 16ൻ്റെ മോഡലും കൂടിയാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് പ്രോ വേരിയൻറ്റും അൾട്രാ വേരിയൻ്റൊക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്പ്ലേ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 പ്രോ മാക്സിൻ്റെ ഡിസ്പ്ലേ വന്നിട്ട് നമുക്ക് 37,900 റുപ്പീസ് ആണ് ആവുന്നത്. അത് വളരെ എക്സ്പെൻസീവ് ആണ് ഒരു ഡിസ്പ്ലേയുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ. അതേസമയത്ത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ 12,000 റുപ്പീസിനകത്ത് മാത്രമേ ഡിസ്പ്ലേ പാനലിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ കമ്പാരിറ്റീവ്ലി സാംസങ് എന്ന് പറയുന്നത് പൊതുവേ മെയിൻ്റനൻസ് കുറവാണ് വെൻ കമ്പയറിംഗ് ടു അതർ ബ്രാൻഡ്സ്. ഇപ്പോൾ അതർ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആപ്പിൾ മാത്രമാണ് നമ്മൾ കമ്പയർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ബാക്കി ചൈനീസ് ബ്രാൻഡ്സ് ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. കാരണം ചൈനീസ് ബ്രാൻഡ്സ് ഇപ്പോൾ കുറേ ആൾക്കാർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. നേരത്തെയൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ അങ്ങനെ ഫ്ലാഗ്ഷിപ്പ് ചൈനീസ് ഫോൺസ് അങ്ങനെ ആൾക്കാർ എടുക്കാറില്ല, അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതൊക്കെ പ്രിഫർ ചെയ്യാറുള്ളൂ. എന്നാൽ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ചൈനീസ് ബ്രാൻഡ്സും ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ നമ്മൾ പല ആൾക്കാരും മേടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ആണെങ്കിലും ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ നോക്കിയിട്ട്. അപ്പോൾ ചൈനീസ് ബ്രാൻഡ്സ് ആയിട്ടുള്ള OnePlus, Oppo, Vivoൻ്റെ സ്പെയറിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിലും നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല. വേറെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ Vivo X200 പ്രോയും അതുപോലെ തന്നെ OnePlus 13ഉം Oppoൻ്റെ Find X8 പ്രോയും നോക്കുകയാണെങ്കിൽ മൂന്നിൻ്റെ ഡിസ്പ്ലേയുടെ കോസ്റ്റും 20,000 റുപ്പീസിനകത്ത് വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു പാനലിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ലേശം എക്സ്പെൻസീവ്
ആണ് സാംസങ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതേസമയത്ത് ബാറ്ററിയുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ OnePlus 13 ബാറ്ററിയുടെ പ്രൈസ് വളരെ കുറവാണ്. അതേസമയത്ത് ഓപ്പോന്റെ ബാറ്ററിയുടെ പ്രൈസ് കൂടുതലാണ്. ആൻഡ് വിവോന്റെ ബാറ്ററിയുടെ പ്രൈസ് ഒരു 2000 റേഞ്ചിലും വരുന്നുണ്ട്. എന്നാൽ മദർ ബോർഡിന്റെ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ OnePlusന് 38,000 റുപ്പീസ് കാണാൻ പറ്റും, വിവോനും 40 റേഞ്ച് കാണാൻ പറ്റും, ഓപ്പോനും 40 റേഞ്ച് കാണാൻ പറ്റും. അത് മെയിൻ ആയിട്ട് OnePlusന്റെ ബേസ് സ്റ്റോറേജിന്റെ മദർ ബോർഡിന്റെ കോസ്റ്റ് ആണ് ആ ഒരു 37,000 റേഞ്ചിലുള്ളത്. അപ്പോൾ ടോട്ടലി ഈ ഒരു ചൈനീസ് ബ്രാൻഡ്സിന്റെ മൊത്തത്തോടെ നോക്കുകയാണെങ്കിൽ ഇതിന്റെയൊക്കെ പ്രൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. ഈ ഒരു സാംസങ്ങിന്റെ അത്ര കുറവല്ല ബാക്കിയുള്ള ബ്രാൻഡ്സിന്റെ ഒരു സ്പെയർ പാർട്സ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് അതേ സമയത്ത് നമ്മുടെ iPhone 13, 12 പോലത്തെ മോഡൽസ് ഒക്കെ ഓഫറിന് മേടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഇപ്പോൾ ബിഗ് ബില്യൺ ഡേയ്സ് ആണെങ്കിലും EMI ഇട്ട് മേടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത് ഈ ഫോൺസ് ഒക്കെ മേടിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ മെയിൻ റീസൺ ഡിസ്പ്ലേ ഇഷ്യൂ ഒന്ന് iPhone 13 ഉണ്ട്. ഇനിയിപ്പോൾ ഡിസ്പ്ലേയുടെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടുള്ള കോസ്റ്റ് ഒക്കെയാണ് ഈ ഒരു iPhone 13ഉം 14 ഒക്കെ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഫോണിന് ഓഫർ തന്നെന്നും പറഞ്ഞ് അതിൻ്റെ സ്പെയർ പാർട്സിന് ഒരിക്കലും ഈ ബ്രാൻഡ്സ് ഒന്നും ഓഫർ തരാൻ പോകുന്നില്ല. അതൊന്നും മനസ്സിലാക്കി വെച്ചേക്കാം ഈ ഒരു ഫോൺസ് പർച്ചേസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ iPhone 13 സ്പെയറിൻ്റെ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിസ്പ്ലേക്ക് മാത്രം 25,500 റുപ്പീസ് വരുന്നുണ്ട്. അത് വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം ഫോണിൻ്റെ പ്രൈസ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 40,000-45,000 റുപ്പീസേ വരുന്നുള്ളൂ. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയണ്ടല്ലോ, ആപ്പിൾ ആണ് 8,800 രൂപയാണ് അതിൻ്റെ ബാറ്ററിയുടെ കോസ്റ്റ് വരുന്നത്. ഇനിയിപ്പോൾ മദർ ബോർഡ് അടിച്ചു പോവേ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ iPhone 13, 14 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് അറൗണ്ട് 43,000 റുപ്പീസ് പേ ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ഫോൺ അവർ തരുന്നതാണ്. ഇത് ആപ്പിളിന് അറിയാം എന്തായാലും നമ്മൾ 43,000 രൂപ കൊടുത്ത് എന്തായാലും ആപ്പിളിൻ്റെ സൈഡിൽ നിന്ന് ആ ഒരു ഡിവൈസ് റിപ്പയർ ചെയ്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. അതിന് പകരം പുതിയ ഡിവൈസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത്. ഇത് ആപ്പിൾ ചെയ്യുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് പുതിയ മോഡൽ വിൽക്കാൻ വേണ്ടിയാണ്. പഴയ മോഡലിന് മദർ ബോർഡ് ഡെഡ് ആകുമ്പോൾ എന്തായാലും അത് റിപ്പയർ ചെയ്യാതെ പുതിയ മോഡലിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറേ കച്ചവടം നടക്കും. അതുകൊണ്ടാണ് മെയിനായിട്ട് ആപ്പിൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു EMIയിലാണെങ്കിലും ഓഫേഴ്സിനൊക്കെ ഫോൺ മേടിക്കുന്നവരൊന്നും കെയർഫുൾ ആയിട്ടിരിക്കുക. കാരണം ഈ ഒരു ഓഫേഴ്സിനാണെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു EMIയിലിട്ടൊക്കെ ഫോൺ മേടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫോൺ അഫോർഡബിൾ ആയിട്ടൊക്കെ തോന്നും. ആൻഡ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരെയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ പൈസ പോകുന്നതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓഫേഴ്സിനൊക്കെ ഫോൺ മേടിക്കുന്നവർ 40,000 രൂപയ്ക്കും 30,000 രൂപയ്ക്കൊക്കെ ഓഫറിന് ഇപ്പോൾ ഒരു iPhone 13 മേടിച്ചാലും അതിൻ്റെയൊക്കെ സർവീസ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. പൊതുവെ ആപ്പിൾ പ്രോഡക്ട്സിന് വളരെ എക്സ്പെൻസീവ് തന്നെയാണ് അവരുടെ സർവീസ് എന്ന് പറയുന്നത്. ഈ ഒരു ചൈനീസ് ബ്രാൻഡ്സ് ആണെങ്കിലും വലുതായിട്ടൊന്നും ഞാൻ പറയുന്നില്ല, നല്ല എക്സ്പെൻസീവ് തന്നെയാണ്. ആൻഡ് ആകെ കുറച്ചെങ്കിലും അഫോർഡബിൾ ആയിട്ട് ഫീൽ ചെയ്തത് സാംസങ്ങിലാണ്. ബാക്കി ആപ്പിൾ നോക്കിയാലും നമ്മുടെ ചൈനീസ് ബ്രാൻഡ്സ് നോക്കിയാലും സ്പെയർ പാർട്സിനൊക്കെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.